ഇത്തരം കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വരും. കാരണം നമ്മളുടെ എല്ലാ ഗവൺമെൻറ്റുകളും കിടന്ന് കരയുന്ന ഒരു കാര്യമാണ്. ഗവൺമെൻറ്റുകളെന്ന് മാത്രമല്ല, നമ്മൾ പ്രകൃതിയോട് ഒരു അല്പമെങ്കിലും സ്നേഹമുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള കരുതൽ അല്ലെങ്കിൽ ആ ഒരു കൺസേൺ ആണ് ഗ്ലോബൽ വാർമിങ്, എയർ പൊല്യൂഷൻ, ഇപ്പോൾ കൂടി വരുന്ന നമ്മളുടെ അന്തരീക്ഷ താപനില, ഭൂമിയൊക്കെ ഇപ്പോൾ ചുട്ടു പൊള്ളിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൻ്റെ പ്രധാന കാരണമാണ് എയർ പൊല്യൂഷൻ എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആയാലും ശരി, സംസ്ഥാനങ്ങളായാലും ശരി, എല്ലാവരും ഒരുപാട് ആക്ഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നിട്ട് നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഗവൺമെൻറ് ബസ്സിൽ നിന്ന് പുറന്തള്ളുന്ന പുകയാണ്. എന്തായി കാണണേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ദിലീപിൻ്റെ പറക്കും തളിക സിനിമയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കാഴ്ച. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് വണ്ടി എന്തോ കേടായിട്ട് ഇതേ തൊട്ടടുത്ത ഡിപ്പോയിലേക്ക് കൊണ്ടുപോകുന്നതാണെന്നൊന്നും ഒന്നുമല്ല. ഇത് കേരളത്തിലല്ല, മഹാരാഷ്ട്രയിൽ പൂനെയ്ക്ക് അടുത്തുള്ള അഹമ്മദ്നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴാണ്, ഞാനും സുഹൃത്തും കൂടി പോയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അഹമ്മദ്നഗറിൽ നിന്ന് പൂനെയിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് ആ റൂട്ടിലോടുന്ന ഒരു ഗവൺമെൻറ് ബസ്സിൽ നിന്നാണ് ഈ കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ എത്രത്തോളം ഉണ്ട് ഈ ബസ് ഓടിക്കുന്നവനും അല്ലെങ്കിൽ ഈ ബസ് നോക്കി നടത്തുന്നവന്മാർക്കൊക്കെ ഒരു കരുതൽ എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇത്തരം ശുദ്ധ പോക്രിത്തരങ്ങൾക്ക്, പച്ചയായ കൺമുന്നിൽ കാണുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം ഞാൻ ആലോചിച്ചിട്ട് ഇതെങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നുള്ളതിന്, ഒരു ടെക്നിക്കലി എങ്ങനെയാണ് പോസിബിൾ എന്നുള്ള കാര്യത്തിന് എനിക്ക് ഒരെത്തും പിടികിട്ടുന്നില്ല. പിന്നെ ഈ ഒരു ബസ്സിൻ്റെ പുക മാത്രം നിർത്തിയതുകൊണ്ട് എല്ലാം നേരെയാകും എന്നുള്ള മിഥ്യാധാരണയൊന്നും എനിക്കില്ല. പക്ഷേ ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. അണ്ണാറക്കണ്ണനും തന്നാലായത്. ഇതൊരു പൊതുജന താല്പര്യാർത്ഥം ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിന് ലൈക്ക് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും യാതൊരുവിധ പരിഭവവും ഇല്ല. പക്ഷേ നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാൻ സാധിച്ചാൽ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ വളരെ നന്നായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.